നമസ്കാരം. ആദ്യമായി വേലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ചക്കക്കുരു തോരനാണ്. ചക്കക്കുരു തോരൻ വെക്കാൻ എല്ലാവർക്കും അറിയാമല്ലേ. അപ്പം ഞാൻ എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള കുറച്ച് എൻ്റെ മക്കളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത്. കാരണം ഇതൊരു വെറൈറ്റി തോരനായിട്ടാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പം ഞാനിത് വർക്ക് ഏരിയയിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ റിനോവേഷൻ നടക്കുന്നത് കൊണ്ട് അതെല്ലാം മറച്ച് വെച്ചേക്കുന്നുണ്ട്. ഇച്ചിരി പ്രകാശത്തിൻ്റെ കുറവുണ്ട്. അപ്പം ഞാൻ ചക്കക്കുരു പൊളിച്ച് കീറി കുക്കറിലാണ് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുത്തു. ഒരു 6-7 മുളക് ചതച്ചെടുത്തു. പിന്നെ ഞാൻ എടുത്തത് ഒരു 10-15 ചുമന്നുള്ളി, ഒരു 7-8 അല്ലി വെളുത്തുള്ളി, പിന്നെ ഈ മുളക് ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില, കുറച്ച് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇരുട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ. അപ്പോൾ ഞാൻ കടുക് വറക്കാനായിട്ട് വെളിച്ചെണ്ണ വെച്ചു, മുളകിട്ടു. അപ്പം ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് വഴറ്റാനിട്ടു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് ബ്രൗൺ കളറായി വന്ന സമയത്ത് ഞാൻ വെളുത്തുള്ളി ചേർത്തു. അത് കഴിഞ്ഞ് അതൊന്ന് വഴറ്റിയിട്ട് ചുവന്നുള്ളി ചതച്ച് വെച്ചത് ചേർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ആ മുളക് ഫ്ലേക്സ് ഇല്ലേ, നമ്മൾ ചതച്ച് വെച്ച മുളക് അത് ചേർക്കുവാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പം പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്രയുമാണ് ഞാൻ ചേർത്തത്. ഒന്ന് ചെറുതായിട്ടൊന്നിൻ്റെ മണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയിട്ട് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തു. തേങ്ങയും ഞാൻ ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. ഈ കൂട്ടിൻ്റെ എല്ലാം കൂടെ ഇട്ട് ഞാനൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കറിവേപ്പിലയിട്ട് ഈ വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരു ഇതിലേക്ക് കുടഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് അത് കഴിഞ്ഞ് അത് അടപ്പ് നീക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പം ഇതാണ് ഫൈനൽ. എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.